നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിൻ എംബാപ്പയെ നവംബർ മാസത്തിലെ അവരുടെ സ്ക്വാഡിലേക്ക് ഫ്രഞ്ച് കോച്ച് വിളിച്ചിരുന്നില്ല. അത് വലിയ ചർച്ചയായിരുന്നു. എംബാപ്പെ പിൻവാങ്ങിയതല്ല. അതിനു മുമ്പത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് എംബാപ്പെ സ്വയം ആവശ്യപ്പെട്ട് പിൻവാങ്ങിയതാണ്. പക്ഷേ നവംബറിൽ കോച്ച് അദ്ദേഹത്തെ വിളിക്കാൻ തയ്യാറായില്ല. അതോടുകൂടി ദിദിയ ദശാമും കിലിൻ എംബാപ്പയും തമ്മിലുള്ള ബന്ധം വഷളാണ്. ഇനി ദശാമുള്ള കാലത്തോളം ഫ്രാൻസിന് വേണ്ടി എംബാപ്പെ കളിച്ചേക്കില്ല എന്നൊക്കെ വാർത്തകൾ പലരും പ്രചരിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് ദിദിയ ദശാം. ലേക്യുപ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോ അടക്കമുള്ളവർ അതെടുത്ത് ട്വീറ്റ് ചെയ്തിട്ടുമുണ്ട്. അതിൽ കൃത്യമായിട്ട് ഫ്രഞ്ച് കോച്ച് പറയുന്നു, കിലിൻ എംബാപ്പെ അപ്കമിങ് ഇൻ്റർനാഷണൽ ഗെയിംസിനുണ്ടാകും. ഹി വിൽ ബി പാർട്ട് ഓഫ് ദി സ്ക്വാഡ്. യെസ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അവരുടെ അപ്കമിങ് മത്സരങ്ങൾ നമുക്കറിയാം. മാർച്ച് മാസത്തിലെ 2 ഇൻ്റർനാഷണൽ മത്സരങ്ങൾ അവർ കളിക്കാനുണ്ട്. നേഷൻസ് ലീഗിൻ്റെ മത്സരങ്ങളാണത്. 21 മാർച്ച്, അതായത് മാർച്ച് 20 കളി. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 21 പുലർച്ചെ 1:15 ഫ്രാൻസ് ക്രൊയേഷ്യയുമായിട്ട് കളിക്കുന്നു. ക്വാർട്ടർ ഫൈനലിൻ്റെ ഫസ്റ്റ് ലെഗാണത്. അതിനുശേഷം മാർച്ച് 24 ഫ്രാൻസും ക്രൊയേഷ്യയും തമ്മിൽ തന്നെ ക്വാർട്ടർ ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗും കളിക്കും. അപ്പോൾ ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിലേക്ക് എംബാപ്പയെ തിരികെ കൊണ്ടുവരും എന്ന് തന്നെ കോച്ച് പറയുന്നു. വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഹി വിൽ ബി ദെയർ, വൈ വുഡിൻ ഹി ബി എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും എംബാപ്പെ ഉണ്ടാകും. എന്തുകൊണ്ട് എംബാപ്പെ ഒഴിവാക്കണം എന്നാണ്. അപ്പോൾ വീണ്ടും മാധ്യമപ്രവർത്തകർ അത് എടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത്? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്ന്. പ്രത്യേക കാരണമുണ്ട് എന്നാണ് കോച്ച് പറയുന്നത്. ആ കാരണം എന്താണെന്ന് അദ്ദേഹം വിശദമാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു യെസ്, ഫോർ വെരി സ്പെസിഫിക് റീസൺ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. ബട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും അവൻ ടീമിലുണ്ടാകും. ഇനി ഇതിനിടയ്ക്ക് പ്രത്യേകിച്ച് പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ ടീമിലുണ്ടാകും. അവൻ ഫ്രഞ്ച് ടീമിനോട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ പോലും അവൻ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവൻ്റെ മികവൊക്കെ തിരികെ പിടിച്ചിട്ടുമുണ്ട്. അത് അവൻ്റെ കളിയിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനും പറ്റുന്നു എന്നാണ് കോച്ച് ദിദിയ ദശാം പറയുന്നത്. ഏതായാലും അടുത്ത വേൾഡ് കപ്പോടുകൂടി താൻ പടിയിറങ്ങുകയാണെന്ന് നേരത്തെ ദശാം പറഞ്ഞതാണ്. ഇനി അങ്ങോട്ടുള്ള ഈ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു 1.5 കൊല്ലം അദ്ദേഹം കൂടുതൽ വിജയങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എംബാപ്പയെ പോലുള്ളൊരു സ്ട്രൈക്കർ ടീമിലെ അഭിവാജ്യ ഘടകവുമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.